മലയാള സിനിമയിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സഞ്ചരിച്ച് പെട്ടെന്ന് മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും പോയി. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആൻഡ് റഹ്മാൻജിയെ കുറിച്ചിട്ട് നമുക്ക് കേൾക്കണം. ഞാൻ മഞ്ഞുപോലൊരു പെൺകുട്ടിയിൽ ആദ്യമായിട്ട് പാടിയ ആ സമയമാണ് ആക്ച്വലി റഹ്മാൻ സർ ഇങ്ങനെ ബാക്കിംഗ് വോക്കൽസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് എന്റെ CD ജോർജാട്ടൻ എത്തിക്കുന്നത്, ജോർജ് പീറ്റർ. അപ്പൊ അങ്ങനെ റഹ്മാൻ സാറിന്റെ 3D വേൾഡ് കോൺസേർട്ട് നടക്കുന്ന ആ ഒരു ടൈമിനാണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് എന്നെ അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. അതെ അതെ. പക്ഷേ മൂപ്പർ അപ്പൊ തന്നെ ഒരു ഷോന്റെ പിന്നെ സോങ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. സോങ് ലിസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് കൊഞ്ചം നിലവ് ഇങ്ങനെ നോക്കിയിട്ട് സായനോറ യു കൻ സിംഗ് കൊഞ്ചം നിലവല്ലേ. അപ്പൊ ഞാൻ എന്റെ ഹൃദയമൊക്കെ അങ്ങോട്ട് എവിടേക്കോ ഞാൻ ഞെട്ടി. ബിക്കോസ് ഹി ന്യൂ മീ. സോ അതൊരു ഭയങ്കര ഹാപ്പിയായി. പിന്നെ റഹ്മാൻ സാറോടെ ശിവാജിയിൽ പാടി. പിന്നെ 4 വർഷത്തോളം റഹ്മാൻ സാറോടെ കോൺസേർട്സിലുണ്ടായിരുന്നു. പിന്നെ ഹാരിസ് ജയറാം സാറിനോട് കുറെ പടത്തിൽ പാടിയിട്ടുണ്ട്. കോല് പാടിയിട്ടുണ്ട്. പിന്നെ അയൻ സൂര്യയുടെ അതിന്റെ അകത്ത് മറ്റേ